ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും ജില്ലാ ജനറൽ ബോഡി യോഗവും മുണ്ടൂർ IRTC ഹാളിൽ സംഘടിപ്പിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അംഗങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറിയ ചെറിയ പരാജയങ്ങളിൽ പോലും തകർന്നു പോകുന്നതാണ് പുതിയ തലമുറ. ഞങ്ങളൊന്നും അങ്ങനെയായിരുന്നില്ല. മുതിർന്ന തലമുറ അങ്ങനെയല്ല. ഒരു പരാജയം അത് മൈൻഡ് ചെയ്ത് കളിക്കുന്നിടത്ത് വീണതിനേക്കാൾ സ്പീഡിലായിരിക്കും ഉയർത്തെഴുന്നേറ്റെന്ന്. വൈദ്യുത മേഖലയിലെ ലൈസൻസ്ഡ് വയർമാൻമാരും സൂപ്പർവൈസർമാരും കോൺട്രാക്ടർമാരും സംസ്ഥാനത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിൽ മേഖലയിലെ സാങ്കേതിക മികവും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇത്തരം സംഘടനകളുടെ ഇടപെടലുകൾ അഭിനന്ദാർഹമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് T. അപ്പുണ്ണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K. മുഹമ്മദ് റഫീഖ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി MM. സുനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഓമനക്കുട്ടൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ C. കൃഷ്ണദാസ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N. അനിൽകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. കലാധരൻ, സെക്രട്ടറി K. നാരായണൻകുട്ടി, രക്ഷാധികാരി K. V. സിറാജുട്ടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. M. രാമനാഥൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് ജില്ലാ സെക്രട്ടറി V. മോഹനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം സംഘടന നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ, അംഗങ്ങളുടെ ക്ഷേമത്തിനായി സ്വീകരിച്ച പദ്ധതികൾ, ഭാവി പ്രവർത്തനങ്ങൾ എന്നിവ റിപ്പോർട്ടിൽ വിശദീകരിച്ചു. ജില്ലാ ട്രഷറർ P. V. സാജൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചത് ശ്രദ്ധേയമായി. അംഗങ്ങളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും സംഘടനാ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KG പുഷ്പരാജൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.